എന്തുപറ്റി? കിടക്കുന്നില്ലേ? എന്തോ ഉറക്കം വരുന്നില്ല പാർവതി. നാളെ ദേവികമോൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമം, മനസ്സിനൊരു നീറ്റല് പോലെ. എല്ലാ കാലവും ദേവികയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ? അങ്ങനെ നിർത്തുന്നത് ശരിയാണോ? അതില്ല, കല്യാണപ്രായമായ കെട്ടിച്ചു വിടണം. എന്നാലും എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ദൂരേക്കൊന്നും അല്ലല്ലോ പോകുന്നേ. എപ്പോൾ വേണമെങ്കിലും മോക്കിങ്ങോട്ട് വരാമല്ലോ. കാണണമെന്ന് തോന്നുമ്പോൾ മോളെ കാണാൻ നമുക്ക് അങ്ങോട്ടും പോകാമല്ലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മക്കള് 2 അല്ല 3 ദേവികയെ മോളായിട്ടല്ലാതെ കാണാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. മോളെ പറഞ്ഞുവിടുന്ന ഏതൊരച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മനസ്സിൽ, അല്ലേ പാർവതി? ആ, എനിക്കെങ്ങനെ അറിയാം? ഞാൻ അച്ഛനല്ലല്ലോ, അമ്മയല്ലേ. നിനക്ക് സങ്കടമില്ലേ പാർവതി മോള് പോകുന്നതില്? ഉണ്ടോന്ന് ചോദിച്ചാ ഞാനെന്താ പറയാ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെങ്കിലും കല്യാണം നടത്തിയല്ലേ പറ്റൂ. നമ്മൾ എത്ര സ്നേഹിച്ചാലും പെൺമക്കൾ ഒരു ദിവസം നമ്മളെ വിട്ടു പോവും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സങ്കടങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അപ്പൊ നിനക്ക് സങ്കടമുണ്ട്. ഞാൻ കരുതിയത് നിനക്ക് സങ്കടം ഉണ്ടാകത്തില്ലെന്ന്. എപ്പോ നോക്കിയാലും വഴക്കായിരുന്നല്ലോ നിങ്ങൾ തമ്മില്. നമ്മുടെ സുതിമോന്റെ വിധവയെ പോലെ കഴിഞ്ഞവളാ ദേവികമോള്. ഇന്നത്തെ കാലത്ത് ഏതൊരു പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നേ? നമ്മളെല്ലാരും കൂടെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ദേവികമോള് കല്യാണത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു. ദേവികമ്മക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞാ ദേവികമോളെ ആരും നോക്കും? കിടന്നുറങ്ങാൻ നോക്ക്, നാളെ നേരത്തെ എണീക്കേണ്ടതാ. ഉറങ്ങാനൊന്നും പറ്റില്ല പാർവതി. വെറുതെ കണ്ണടച്ച് കിടക്കാം, അതേ പറ്റൂ. ചേച്ചി, ഞാൻ ശരത്ത. എന്താ ശരത്തെ? പറയുന്നോണ്ട് വിഷമമൊന്നും തോന്നരുത്. സിദ്ധു വക്കീലൊരു പാവം. അതുകൊണ്ടാണല്ലോ ദേവിയേക്ക് ഒരു പാവയെ പോലെ വക്കീലിനെ കളിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയി. അറിഞ്ഞിട്ടും പറയാതിരിക്കുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനിത് പറയുന്നത്. കാര്യം എന്താന്ന് വെച്ച് പെട്ടെന്ന് പറ ശരത്തെ. ആ ദേവികയുടെ കഴുത്തിലെ ഒരു താലി കിടപ്പുണ്ടായിരുന്നല്ലോ. മരിക്കുന്നതിന് മുമ്പ് ഭർത്താവായ സുതി കെട്ടിക്കൊടുത്ത താലിയത്. അതെ. സാധാരണ ഭർത്താവ് മരിച്ച സ്ത്രീകള് താലി ഇടാറില്ലല്ലോ. ആ നിമിഷം അതൂരു. പക്ഷേ ദേവിക അത് ചെയ്തില്ല. അത് പോട്ടെന്ന് വെക്കാം. സിദ്ധു വക്കീലുമായിട്ടുള്ള കല്യാണം കഴിയുമ്പോഴും അത് ഊരില്ല എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോ വക്കീലിനും താലി കെട്ടണ്ടേ? അതോ 2 താലി ഇട്ടു നടക്കും? അതെങ്ങനെ സാധിക്കും? എന്റെ അനിയൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ കഴുത്തിലെ അവൻ കെട്ടുന്ന താലി മാത്രമേ പാടുള്ളൂ. 2 താലിയോ? അതൊന്നും സമ്മതിക്കാനേ പറ്റില്ല. സമ്മതിക്കരുത്. അത് ദോഷം കൂടിയ. സിദ്ധു വക്കീലിനെ അത് ബാധിക്കാൻ പോകുന്നു. ഒന്നാമതേ ദോഷങ്ങളുള്ള പെണ്ണ ദേവിക. അതിന്റെ കൂടി ഇതും കൂടെ ആയാ തീർന്നു. പിന്നെ ഈ വിവരം വിളിച്ചു പറഞ്ഞത് ഞാനാണെന്ന് ആരോടും പറഞ്ഞേക്കല്ലേ. ശരിയല്ലല്ലോ ദേവിക ചെയ്യുന്നത്. അതാ ചേച്ചിയെ ഞാൻ വിളിച്ചത്.
ആ ശരി, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ആ ശരി ചേച്ചി. ചേച്ചിമേ, ഇവിടെ നിൽക്കണം. അവിടെ ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തൊക്കെ ചന്ദ്രൻ ഞാൻ ഈ കേൾക്കുന്നത്? ആദ്യത്തെ ഭർത്താവ് കെട്ടിക്കൊടുത്ത താലി ഊരാതെയാ ദേവിക കതിർമണ്ഡപത്തിലേക്ക് വരാൻ പോന്നേന്ന്. ഞാനും അത് നേരത്തെ അറിഞ്ഞതാ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി പറയാതിരുന്നത്. അതെങ്ങനെ ശരിയാവും മോളെ? ഓരോന്നിനും ഓരോ രീതികളില്ലേ? അതുപോലെയല്ലേ നടക്കേണ്ടത്? ഷോ, ആരെങ്കിലും അറിഞ്ഞ ചിരിക്കും. താലി ഊരാൻ പറ്റില്ലെന്ന് ദേവിക സിദ്ധോട്ടിനോട് പറഞ്ഞു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് സിദ്ധോട്ടെ സമ്മതിച്ചിട്ടുണ്ട്. ഓ, ഇവൻ ഇങ്ങനെ ഒരു വിവരദോഷിയായി പോയല്ലോ. ഏതെങ്കിലും ആണുങ്ങൾ അതിന് സമ്മതിക്കൂ? ദേവികയുടെ മിടുക്ക ചേച്ചിമേ. അവൾ ഇപ്പൊ തന്നെ സിദ്ധോട്ടിനെ വശത്താക്കി കഴിഞ്ഞു. അവൾ എന്ത് തീരുമാനിച്ചാലും സിദ്ധോട്ടിനും അതനുസരിക്കും. സിദ്ധു അനുസരിക്കായിരിക്കും, പക്ഷെ ഞാൻ അനുസരിക്കത്തില്ല. ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഞാൻ എടുത്തിരിക്കും. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി കല്യാണം. അല്ല ചേച്ചിമ, കുറച്ച് മയത്തിലൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. ഇതിലൊരു മയവും ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിദ്ധു മറുപടി പറഞ്ഞേ പറ്റൂ. ശരിയാന്നോടാ ഞാൻ കേട്ടതൊക്കെ? സുധി കെട്ടിയ താലി ഊരാൻ പറ്റില്ലെന്ന് ദേവിക നിന്നോട് പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് നീ എന്തു മറുപടി പറഞ്ഞു? അവളുടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? ഓ, ചത്തുപോയ ഏതോ ഒരുത്തൻ കെട്ടിക്കൊടുത്ത താലി ഇട്ടോണ്ടാണോ അവള് നിന്റെ കൂടെ ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നത്? ഏതോ ഒരുത്തം കെട്ടിയതല്ല, സുധിയേട്ടൻ. ആ സുധിയേട്ടന്റെ ഹൃദയമാണ് എന്റെ ഉള്ളിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. സുധിയേട്ടൻ മരിച്ചതുകൊണ്ടല്ലേ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരാളെ ഏതോ ഒരുത്തനായി കാണാൻ ചേച്ചിയമ്മയ്ക്ക് പറ്റുമായിരിക്കും. എനിക്കത് പറ്റത്തില്ല.